ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോമിക് ബാങ്കിന്റെ 7th എപ്പിസോഡ് നോക്കാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ എപ്പിസോഡില് നമ്മളെ സോവും ഈയും കൂടെ ആ ഫെറസ് വീട്ടിലൊക്കെ പോയില്ല. അത് നമ്മളെ ഈ ആണെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് പോലെ വരയ്ക്കുന്നുണ്ട്. ഇത് കണ്ട് നമ്മളെ സുവോ ഷോക്ക് ആവുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നുണ്ട്, ആക്ച്വലി ഞാൻ റൊമാൻറ്റിക് ആയിട്ട് നടക്കുന്ന മൊമെന്റ്സ് എല്ലാം ഡ്രോ ചെയ്യാറുണ്ട്, അതാ ഇതും വരച്ചത്. അത് കേട്ടത് നമ്മളെ സുവോന് ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. കാരണം ഇന്നലെ നടന്ന ആ മൊമെന്റ്സ് അവന് സ്പെഷ്യൽ ആയി കാണുമെന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. ആ ഡ്രാഫ്റ്റിലാണെങ്കിൽ അതിലെ ഹീറോയുടെ ഇന്നലെ നടന്ന മൊമെന്റ്സ് എല്ലാം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് പറയുന്നുണ്ട്. അത് വായിച്ചിട്ട് നമ്മുടെ സുവോ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്റെ മനസ്സിൽ തോന്നിയ അതേ കാര്യം തന്നെയാണല്ലോ അവൻ ഇത് എഴുതി വെച്ചേക്കുന്നതിന്. പക്ഷെ ആ ഡ്രാഫ്റ്റിലാണെങ്കിൽ ഹീറോ മാത്രം ഒരു ഡയലോഗും പറയുന്നില്ല. അപ്പൊ നമ്മളെ സുവോ ഈയോട് ചോദിക്കുന്നുണ്ട്, ഇതിലെ ഹീറോ മാത്രം എന്താ ഒന്നും പറയാത്തേന്ന്. എനിക്കവിടെ എന്തെഴുതണമെന്ന് ഒരു ഐഡിയ ഇല്ല, മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. എന്റെ ചുറ്റും ഇത്രയും നക്ഷത്രങ്ങൾ ഉണ്ടായിട്ടും നിന്റെ കണ്ണ് മാത്രം തിളങ്ങുന്നതായി എനിക്ക് തോന്നുന്നത്. ഇതെങ്ങനെയുണ്ടെന്ന് നമ്മൾ ഹീറോയിനോട് ചോദിക്കുമ്പോ അവക്കാണെങ്കിൽ നെഞ്ചു കിടന്ന് പടപട ഇടിക്കുന്നുണ്ട്. ആ, കുഴപ്പമില്ല, ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം നോക്ക്. ഈ ഇരുട്ടിൽ നിന്റെ കണ്ണാണ് എന്റെ വെളിച്ചം. ഇതെങ്ങനെയുണ്ട്? ഇത് കേട്ടത് നമ്മളെ ഹീറോയിന് ബട്ടർഫ്ലൈസ് പറക്കുന്നുണ്ട്. അവൻ മനസ്സിലുള്ള കാര്യങ്ങൾ മാത്രമേ കോമിക്ക് വരയ്ക്കാറുള്ളൂ. ഉറപ്പായിട്ട് അവൻ എന്നോട് ഫീലിങ്സ് ഉണ്ട്. അത് ചിലപ്പോൾ കോമിക്ക് വരെ എക്സ്പ്രസ് ചെയ്യുമെന്നാണ് നമ്മൾ സുവോ വിചാരിക്കുന്നത്. അടുത്ത സീനിൽ ഒരു പയ്യ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുന്നത് ഹീറോ കണ്ടിട്ട് എന്റെ കോമിക്കിലെ കപ്പിൾസിനും പ്രപ്പോസിങ് സീൻ വരാൻ പോവാം. എത്ര നാളെ അവര് സിംഗിൾ ആയിരിക്കാം, അവരും കമ്മിറ്റഡ് ആവേണ്ട ടൈമായെന്ന് ഹീറോയിനോട് പറയുന്നുണ്ട്. അത് കേട്ട് നമ്മൾ സുവോ വിചാരിക്കുന്നത് ചിലപ്പം കോമിക്ക് വരെയായിരിക്കും അവൻ എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതെന്ന്. ഉറപ്പായിട്ട് നാളെ അവൻ പ്രപ്പോസ് ചെയ്യും. കോമിക് ആർട്ടിസ്റ്റ് അല്ല, അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ കോമിക്കിലാ വരച്ച് എക്സ്പ്രസ് ചെയ്യുന്ന എന്ന് നമ്മൾ ജയോട് സുവോ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഫീലിക്സ് വരുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ. ഇപ്പൊ മാത്രം എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന? ജയ, നീ കാര്യം പറ, ചുമ്മാ ഇടുന്ന് ദേഷ്യപ്പെടാതാ. അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്താ? നീ എന്താ ചെയ്തേന്നോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോന്നും പറഞ്ഞാൽ നമ്മളെ ജയ അവിടെ കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. ഫിലിക്സിനോടുള്ള ദേഷ്യം കാണാൻ ജയ ആണെങ്കിൽ അവിടെ ഒരു ബോയ്സിനെ പോലും ബാസ്കറ്റ് ബോൾ കളിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ ഗെയിം കളിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തോ ചെയ്യണം നീ പറ? അതിന് ഫിലിക്സ് പെൺകുട്ടികളെ പോലെ ഡാൻസ് ചെയ്യണം. എന്തോന്ന് ഞാൻ ഡാൻസ് കളിക്കാനാ? ഞാൻ സമ്മതിച്ചാലും എന്റെ ടീമിലുള്ളവരെ സമ്മതിക്കത്തില്ലെന്ന് ഫിലിക്സ് ഡയലോഗ് ഇടുമ്പം, എടാ ആയ പ്ലീസ് നീ ഒന്ന് ഡാൻസ് കളിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കളിക്കാൻ പറ്റത്തില്ല. വേറെ വഴിയില്ലാത്തോണ്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങിയ ഫിലിക്സ് അവൻ എൻജോയ് ചെയ്ത് തന്നെ പിന്നീട് അങ്ങോട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അത് കണ്ട് അവിടെ ചുറ്റി നിന്നവരെല്ലാം ഫ്ലാറ്റ് ആവുന്നുണ്ട്. എല്ലാം കൂടെ ഓടി ഫിലിക്സിന്റെ അടുത്തോട്ട് വരുമ്പോൾ നമ്മുടെ ജയ്ക്ക് പൊസസീവ് അടിച്ച് എല്ലാത്തിനെയും അവിടെ നിന്ന് ഒട്ടിക്കുന്നുണ്ട്. ഇതാ നോക്ക്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ അതോടെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതിനിപ്പോ ആരായാലും എന്നും പറഞ്ഞ് നമ്മള് ജയ അവിടെ നിന്ന് പോകുമ്പോൾ യോ ഇവൻ എന്ത് ക്യൂട്ടായിട്ട് കളിച്ചെന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് നമ്മളെ ഹീറോയുടെ കോമിക്കിന്റെ അടുത്ത പാട്ട് റിലീസായി. എല്ലാവരും അത് വായിച്ചോണ്ടിരിക്കുന്നത്. ഹീറോയിൻ ആണെങ്കിലും ഉറപ്പായിട്ട് അവർ കമ്മിറ്റഡ് ആയി കാണുമെന്നും പറഞ്ഞു നോക്കുമ്പോ ഇതിലെ പ്ലോട്ട് തന്നെ ഡിഫറെന്റ് ആയിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. അതിൽ ആ ഹീറോയെ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഇതാ നോക്ക്, എനിക്ക് നിന്നെപ്പോലുള്ള പെൺകുട്ടികളെയല്ല ഇഷ്ടം, നമുക്ക് ഫ്രണ്ട്സ് ആയിരിക്കാണ് സ്ക്രിപ്റ്റ് കൊടുത്തേക്കുന്നത്. അത് വായിച്ച് നമ്മളെ സുവന് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. അപ്പൊ അവൻ എന്നോട് ഒരു ഇൻട്രസ്റ്റും ഇല്ലല്ലേ, അതുകൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ റിജക്ട് ചെയ്തേക്കുന്നത്. ഞാൻ നോക്ക്, ഈ ലോകത്ത് വേറെ ചെറുക്കന്മാരില്ല, നിന്നെ അവൻ ഇത്ര മോശമായിട്ട് റിജക്ട് ചെയ്തേക്കുന്നത്. സോ ഇനി അവനെ ഓർത്ത് നീ വിഷമിക്കരുത്. അങ്ങനെ ജയ് പറയുമ്പോൾ നീ പറഞ്ഞത് ശരിയാ, ഇനി ഞാൻ അവനെ ഓർത്ത് വിഷമിക്കത്തില്ല, ഞാൻ എന്റെ ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ പോവുക. ഹാർട്ട് ബ്രോക്കൺ ആയെന്നും പറഞ്ഞ് തകർന്നു പോയത്. നമ്മളുടെ ലൈഫ് തന്നെ ഫോക്കസ് ചെയ്യണമെന്ന് സോ അവളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് സോ അവളുടെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്ത് ഫുൾ ടൈം ബിസി ആയിരുന്നു. ഹീറോയെ പോലും അവള് കാണാറില്ലായിരുന്നു. നീ എന്നെ ബ്ലാക്കിങ് ചെയ്യാൻ വരുമെന്ന് ഹീറോ സുവനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് ഇവൻ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് ടെസ്റ്റ് ചെയ്യും, എന്നെ ഇത്ര മോശമായിട്ട് റിജക്ട് ചെയ്തിട്ട് എന്റെ മനസ്സ് തകർത്തിട്ട് ഈയോട് അത്രയ്ക്ക് ദേഷ്യത്തിലാണ് സോ ഇരിക്കുന്നത്. ഇവളെന്ന മെസ്സേജിന് റിപ്ലൈ തരത്താൻ എന്തോ പറ്റി കാണും. കാര്യം അറിയാൻ വേണ്ടി പിറ്റേ ദിവസം തന്നെ സുവനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആക്ച്വലി നമ്മളെ ഹീറോ ആ കോമിക്കില് രണ്ടുപേരും കമ്മിറ്റഡ് ആവുന്നതാണ് കണ്ണാൻ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തത്. പക്ഷെ ആ സൈക്കോപാത്ത് കുൻഹയാണെങ്കിൽ രണ്ടുപേരും കമ്മിറ്റഡ് ആയ പെട്ടെന്ന് കോമിക്ക് തീരുമെന്നും പറഞ്ഞ് ആ കോൺസെപ്റ്റ് തന്നെ എടുത്തു കളഞ്ഞു. ഹീറോ അത് സുവനോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളാണെങ്കിൽ ഇനി ഞാൻ നിന്റെ ബ്ലാക്കിങ് ചെയ്യത്തില്ല. അതെന്ത് പറ്റി? നീ ബിസിയാണോ? നീ ഫ്രീ ആകുമ്പോ പിന്നെ ചെയ്താൽ മതി. പിന്നല്ല, ഇനി ഒരിക്കലും ഞാൻ നിന്റെ ബ്ലാക്കിങ് അസിസ്റ്റന്റ് ആവത്തില്ല, ഞാൻ PGക്ക് പഠിക്കാൻ പോകുവാന്ന് ഹീറോയോട് സുവ കള്ളത്തരം പറയുന്നുണ്ട്. എന്തോന്ന് PGയോ? നിനക്കതിൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ലല്ലോ. എന്റെ ഇൻട്രസ്റ്റ് ഒക്കെ നിനക്കറിയാവോ? വെറുതെ എന്റെ പുറകെ നടന്ന് നിന്റെ ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സു അവിടുന്ന് പോകുന്നുണ്ട്. അതേസമയം ഇവിടെ ആണെങ്കിൽ ഫ്ലാവ ക്ലബിന്റെ ഫ്രണ്ടില് ഫുൾ ആൾക്കൂട്ടം ലൂഡോന്റെ ഫാൻസ് ആണ്. അപ്പോഴത്തേക്കും അങ്ങോട്ട് സീനിയർ വരുമ്പം ലൂഡോ ആണെങ്കിൽ സോറി സീനിയർ, ഇവരെല്ലാം ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടാന്നും പറഞ്ഞ് അവരെയും കൊണ്ട് മാറുന്നുണ്ട്. അതേസമയം നമ്മുടെ സീനിയറിന് തറയിൽ കിടന്ന ഒരു പെൺകുട്ടിയുടെ കാലിന്റെ ഫോട്ടോ കിട്ടുന്നുണ്ട്. അത് നോക്കി നമ്മുടെ സീനിയർ ഷോക്ക് ആവുന്നുണ്ട്. എനിക്ക് കുഞ്ഞിലോട്ട് ഈ ആംഗിളും പ്രപ്പോർഷനും ഒക്കെ ഭയങ്കര ഇഷ്ടം. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു കാല് തന്നെ വേണം എന്റെ ഹീറോയിന്. പക്ഷെ ഈ പെൺകുട്ടിയെ ഞാൻ എവിടെ പോയി തപ്പാനാ? നിനക്ക് ക്യാമ്പസിൽ നിന്നല്ലേ ഈ ഫോട്ടോ ഇട്ട്, അപ്പൊ ഉറപ്പായിട്ട് ഈ പെൺകുട്ടി നമ്മുടെ ക്യാമ്പസിലുള്ള, നീ ക്യാമ്പസ് ഫുള്ളൊന്ന് സെർച്ച് ചെയ്ത് തന്നെ ആ കുട്ടിയെ കിട്ടും എന്ന് നമ്മുടെ ഹീറോ സീനിയർക്ക് ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട്. സീനിയർ ആണെങ്കിൽ വഴി കൂടെ പോകുന്ന എല്ലാ പെൺപിള്ളാരെയും കാലിന്റെ അളവെടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നുപോലെ ആ ഫോട്ടോയ്ക്ക് മാച്ച് ആവുന്നില്ല. ഇവിടാണെങ്കിൽ നമ്മളെ ഹീറോയിൻ PGക്ക് നന്നായി പഠിക്കണമെന്നും പറഞ്ഞ് 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരെ കളക്ട് ചെയ്ത് ആ മെറ്റീരിയൽസ് എല്ലാം കൂടെ വാരി പറകിക്കൊണ്ട് അവളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നോക്ക്, ഞാൻ PG ചെയ്യുന്നില്ല, ഞാൻ ആ പ്ലാൻ വേണ്ടാന്ന് ചോദിച്ചു.
അത് സാരമില്ല, നിനക്ക് എന്റെ ബ്ലാക്കനിങ് അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യാലോ. എനിക്ക് നിന്റെ ബ്ലാക്കനിങ് അസിസ്റ്റന്റ് ആവാൻ ഇൻട്രസ്റ്റ് ഇല്ല. നീ എന്നെ ടോർച്ചർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ PGക്ക് ചേരുന്നെന്ന് കള്ളത്തരം പറഞ്ഞത്. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായി. ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞ സു അവിടുന്ന് പോകുന്നുണ്ട്. സുവൻ എന്താ പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ ഹീറോ കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജെയിംസ് ഓടിക്കൊണ്ട് വന്നിട്ട് സുവൻ എന്താ പറ്റിയെന്ന് പറയുന്നത്. പാവോട്ട് അവൾക്ക് ആരും ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ ഹാർട്ട് ബ്രോക്കണിൽ കൂടെ പൊക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് സു പോസ്റ്റ് ചെയ്ത വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പാവ അവൾ ഒരുത്തരെ പ്രേമിച്ചിരിക്കുന്നത്. അവനാണെങ്കിൽ പണത്തിനും പദവിക്കും വേണ്ടി ഇവളെ പ്രേമിക്കാതെ വേറൊരുത്തെ പ്രേമിച്ചിരിക്കുന്നത്. പാവം സോ എത്ര വിഷമിക്കുന്നുണ്ടായിരിക്കും. അവക്ക് ലവോ? പക്ഷെ ഇതെനിക്കറിയത്തില്ലല്ലോ. നിനക്ക് എന്താ അറിയാം? അല്ലെങ്കിൽ നിനക്ക് സ്വന്തം അസിസ്റ്റൻസിനെ കുറിച്ച് ഒരു ചിന്ത അല്ലല്ലോ. എപ്പോഴും കോമിക്ക് എന്നുള്ള ഒരു വിചാരം മാത്രമല്ലേ ഉള്ളൂ. പാവം സുവന് ജെയിംസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുവരെ എനിക്ക് സുവനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ച് ഈയും വിഷമിച്ചിരിപ്പുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ തന്നെ സുവനെ സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഹീറോ ഒരു കോമിക്കൊക്കെ വരച്ച് അവിടെ കാണാൻ ചെല്ലുമ്പോൾ സീനിയർ അങ്ങോട്ട് ഓടിക്കൊണ്ട് വന്നിട്ട്, എടാ നീ ഇപ്പൊ ബിസി ആണോ? ആണെന്ന് പറയുമ്പോൾ ബിസി ആണെങ്കിൽ സാരമില്ല, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. എടാ പ്ലീസ്ഡ്, എനിക്ക് അർജന്റ് ആയിട്ട് സുവനെ കണ്ടേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ടെങ്കിലും എന്റെ ഫീമെയിൽ ലീഡിനെ സെലക്ട് ചെയ്തിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് ഈ സീനിയർ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. അതേസമയം നമ്മളെ ഹീറോയിൻ ക്ലാസ്സിൽ വരുമ്പോൾ ക്ലാസ്സിലാണെങ്കിൽ ഒറ്റ പെൺപിള്ളേരില്ല. അവിടെ ഇരുന്ന ഒരു ചെറുക്കനോട് അവരെല്ലാം എവിടെ പോയി നോക്കുമ്പോൾ ഡ്രാമ ക്ലബ്ബില് കാല് നീറ്റായിട്ടുള്ള പെൺകുട്ടികളെ വിളിച്ചെന്ന് പറയുമ്പോൾ എന്നെ ആര് വിളിക്കാനാ, എന്റെ കാല് ചെറുതല്ലേ എന്നും പറഞ്ഞ് അവൾ അവിടെ വിഷമിച്ച് പോയിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഹീറോയെ കുറിച്ച് ഒന്നും ചിന്തിക്കരുതെന്നും പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ഒരു മിനിറ്റ് തികയുന്നതിന് മുമ്പ് തന്നെ അവനെ കുറിച്ച് അവൾക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ അതേസമയം സീനിയർ ആണെങ്കിൽ ഒരു പെണ്ണിന്റെ കാല് വലുതായിരിക്കുന്നു, ഒരു പെണ്ണിന്റെ കാല് ചെറുതായിരിക്കുന്നു, ഒരുത്തേക്ക് ഷേപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ റിജക്ട് ചെയ്യുക. എടാ ഏതെങ്കിലും ഒരു പെണ്ണിനെ സെലക്ട് എന്തിനേ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ലൂടെ വന്നുണ്ട്. ലൂടെ വന്നല്ലോ, ഇനി നിന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞ് നമ്മളെ ഹീറോ നൈസായിട്ട് എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ലൂഡോന്റെ സിസ്റ്റർ എന്നും പറഞ്ഞ് ഒരു പെങ്കൊച്ച് വരുന്നുണ്ട്. അവളെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ലൂഡോന്റെ സിസ്റ്റർ എന്നും പറഞ്ഞ് നമ്മളെ സീനിയറും ഷോക്ക് ആവുന്നുണ്ട്. ആക്ച്വലി ഇവൾ എന്റെ കസിൻ സിസ്റ്ററാ. ഇപ്പൊ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കാം. അടുത്ത വർഷം എൻട്രൻസ് എഴുതി കോളേജിൽ ജോയിൻ ചെയ്യും. അപ്പോഴത്തേക്ക് സീനിയർ ആണെങ്കിൽ ആ പെങ്കൊച്ചിന്റെ കാല് കണ്ടിട്ട് പെർഫെക്റ്റ്, ഞാൻ തേടിക്കൊണ്ടിരുന്ന കാല് കണക്കുണ്ട്. എന്നാലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഒരു 0.1 ഡിഗ്രി വ്യത്യാസമുണ്ട്. എന്തായാലും ഇത് അവളല്ല. എടാ പ്ലീസ് ഇപ്പൊ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്ക്. ആളെ വിടുന്നു പറഞ്ഞാൽ നമ്മളെ ഹീറോ അവിടുന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. നിനക്ക് റിലേറ്റീവ് സിസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ആഴ്ചയെല്ലാം ബീച്ചിൽ പോയായിരുന്നു. എനിക്ക് ലൂഡോ അല്ലാതെ ഒരു സിസ്റ്റേഴ്സും ഇല്ല. ലൂഡോയോ? അവളുടെ കാലം എന്തൊക്കെയാലും പെങ്കൊച്ചുങ്ങളുടെ കാലം കണക്കായിരിക്കത്തില്ലെന്ന് സീനിയർ പറയുന്നുണ്ട്. നിനക്കിന്റെ ഡ്രാമയിൽ ആക്ട് ചെയ്യാൻ പറ്റുമോ? എന്ത് സീനിയർ നിങ്ങൾ പറയുന്ന? അവളെ കൊണ്ട് ഡ്രാമയിലൊന്നും ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവൾ സ്കൂൾ സ്റ്റുഡന്റാ. അത് മാത്രമല്ല അവൾ അച്ഛൻ്റെ ഒരു ബിസിനസ് ട്രിപ്പിന് വന്നേക്കുക. അത് കഴിയുമ്പോൾ അവൾ തിരിച്ചു പോകും. അവളെ കൊണ്ട് ഡ്രാമയിലൊന്നും ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് സാരമില്ല, ഞാൻ പോകാൻ കുറച്ച് ദിവസം എടുക്കും, ഞാൻ ആക്ട് ചെയ്യാന്ന് ആ പെങ്കൊച്ച് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ സു ആണ് ഈ ഹീറോയെ കുറിച്ച് ചിന്തിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് സാർ അങ്ങോട്ട് വന്നിട്ട്, അല്ല ക്ലാസ്സിന് പെൺപിള്ളേരെല്ലാം ഇവിടെ പോയി? സാർ അവരെല്ലാരും കൂടെ ഡ്രാമ ക്ലബ്ബിൽ പോയേക്കുക. എന്നാ ശരി, എല്ലാരും പോയി വിളിച്ചോണ്ട് വരാൻ സാറ് സുവനോട് പറയുമ്പോ, അയ്യോ അവിടെ ഹീറോ കാണുമല്ലോ എന്നും പറഞ്ഞ്, ഞാൻ പോണോ? ഞാൻ പോത്തില്ലെന്ന് സാറിനോട് പറയുമ്പോ, എന്താ ഞാൻ പോയി എല്ലാത്തിനെയും വിളിച്ചോണ്ട് വരണോ? പോയി മര്യാദയ്ക്ക് എല്ലാത്തിനെയും വിളിച്ചോണ്ട് വരാൻ സാറ് പറയുന്നുണ്ട്. സോ ആണെങ്കിലും ഹീറോ അവിടെ കാണുമെന്ന് പറഞ്ഞ് പേടിച്ച് ഡ്രാമ ക്ലബിലോട്ട് ചെല്ലുമ്പോ സീനിയർ അങ്ങോട്ട് വന്നിട്ട്, നീ ഇത്ര നേരമായിട്ട് ഹീറോ മീറ്റ് ചെയ്തില്ലേ? ഞാൻ എന്തിനാ അവനെ മീറ്റ് ചെയ്യുന്ന? അവൻ നിന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ എന്റെ അടുത്ത് ഇത്ര നേരം ഇരുന്ന ഞാൻ അവനെ പിടിച്ച് അവിടെ നിർത്തിയിരുന്ന. ഈക്കപ്പോ എന്നോട് ഫീലിങ്സ് ഉണ്ട്, അതുകൊണ്ടല്ലേ അവൻ എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന എന്നും പറഞ്ഞ് ഹാപ്പി ആയിട്ട് സോ വരുമ്പോഴാണ് ആ ലൂഡോന്റെ കസിനും നമ്മളെ ഈയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന അവള് കാണുന്നത്. ആ ലൂഡോന്റെ കസിന് നമ്മളെ ഹീറോ ആണ് ആ കോമിക് എഴുതുന്നതെന്ന് മനസ്സിലായി. അവളും അവന്റെ ഒരു ഫാനാണ്. അതുകൊണ്ട് നമ്മളെ ഹീറോ അവൾക്ക് ഒരു ഓട്ടോഗ്രാഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൻ എല്ലാ പിള്ളേർക്ക് ഓട്ടോഗ്രാഫ് ഇട്ട് കൊടുക്കും. ഞാൻ അവന്റെ സ്പെഷ്യൽ ഒന്നും അല്ല, ഒരു നിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയെന്ന് പറഞ്ഞ് നമ്മൾ സോ അവന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. സോനെ കണ്ടുകൊണ്ട് ഈ ഓടി അവളുടെ അടുത്ത് ചെന്നിട്ട് ആ പേപ്പർ എടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വരച്ച്, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഇതും കൂടെ ആ പെങ്കൊച്ചിനെ കൊടുത്തോട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ സുവോ അത് തട്ടിക്കളഞ്ഞിട്ട് അവിടുത്തെ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. പാവ അവള് ഹാർട്ട് ബ്രോക്ക് ആയപ്പോ കിളിയും കൂടെ പോയെന്ന് തോന്നുന്നു. ഇനി എന്തോ ചെയ്ത് അവളെ ഒന്ന് സമാധാനപ്പെടുത്താന്ന് പറഞ്ഞാൽ നമ്മളെ ഹീറോ അവിടെ നിൽപ്പുണ്ട്. ഇവരാണെങ്കിൽ ലൂഡോ സീനിയറിന്റെ കയ്യിൽ ഒരു ബുക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. ഇവളെന്തിനാ ഇത്ര സ്പീഡിൽ പോയെന്നും പറഞ്ഞ് സീനിയർ ആ ബുക്കിന്റെ പേര് വായിച്ചു വെക്കുമ്പോ 90 ദിവസത്തിനുള്ളിൽ എങ്ങനെ പെങ്കൊച്ചായി മാറാന്ന അതിൽ എഴുതിയിരിക്കുന്നത്. കുട്ടി പിശാചിനെ കൊണ്ട് തോറ്റല്ലോ എന്നും പറഞ്ഞ് സീനിയർ ടെൻഷനായിട്ട് ആ ബുക്ക് എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. അടുത്ത സീനിൽ മഴ കാരണം ഹീറോയുടെ വീട്ടിലേക്ക് ജെയിംസും ഫിലിക്സും സീനിയറും ഒക്കെ വരുന്നുണ്ട്. അതേസമയം സുവന്റെ വീട്ടിലേക്ക് ജെയും ലൂഡോയും വരുന്നുണ്ട്. ഹീറോ അവർക്കെല്ലാം ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിച്ചോണ്ടിരിക്കാൻ നേരെ ഹീറോ പറയുന്നുണ്ട്, ഫിലിക്സ് കോമിക്കില് ഡ്രോയിങ്ങിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ജെയിംസ് എന്റെ എഫക്ട് അസിസ്റ്റന്റ്, സീനിയർ എന്റെ ബാക്ക്ഗ്രൗണ്ട് അസിസ്റ്റന്റ്. അപ്പൊ എല്ലാ അസിസ്റ്റൻസും ഇവിടെ ഉണ്ടല്ലേ. ബ്ലാക്കിനിങ് അസിസ്റ്റന്റ് ആയ സുവ മാത്രമില്ല. അത് കേട്ടത് നമ്മളെ ഈക്ക് ചെറിയൊരു വിഷമമൊക്കെ ആവുന്നുണ്ട്. അവളെ മിസ് ചെയ്യുന്ന പോലെ. മെൻസ് ബാസ്കറ്റ്ബോളിന്റെ ക്യാപ്റ്റനായ നീ ഗേൾസ് കോമിക്സിന്റെ അസിസ്റ്റന്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലെന്ന് ജെയിംസ് പറയുമ്പോൾ, കോളേജിലെ പോപ്പുലറും ഹാൻഡ്സമായ ബോയ് ഗേൾ കോമിക്സിന്റെ അസിസ്റ്റന്റ് ആവുമെന്ന് ഞാനും വിചാരിച്ചില്ലെന്ന് ഫിലിക്സും പറയുന്നുണ്ട്. എന്താണ് നിനക്കൊക്കെ ഗേൾ കോമിക്സിന്റെ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നാണക്കേടാണോ എന്ന് ഹീറോ ചോദിക്കുമ്പം, നാണക്കേടൊന്നും അല്ല, അതിങ്ങനെ പുറത്തു പറയുമെന്ന് അറിയത്തില്ലെന്ന്
ഫിലിക്സും പറയുന്നുണ്ട്. അല്ല സീനിയർ, നിങ്ങൾ ഇത് ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഫിലിക്സ് ചോദിക്കുമ്പം സീനിയർ ആണെങ്കിൽ ഞാൻ ഇത് ആർക്കെങ്കിലും പറഞ്ഞാ അത് ലൂഡോ അറിയും. അവൾ ഇവിടെ വരും. അവൾ വന്ന് അവളുടെ ഫാൻസ് പിന്നെ വരും. ഇവിടെ മൊത്തത്തെ അടി നഷ്ടം വെള്ളപ്പൊക്കമാവും. ഇവിടെ അതേസമയം ജയ ആണെങ്കിൽ ഫിലിക്സ് ഇവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടാന്ന് അറിയത്തില്ല. അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. അവനാണെങ്കിൽ ആ മെസ്സേജ് കണ്ടിട്ടും ഇവളോട് എവിടാ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവൾ അത് നാട്ടിൽ മൊത്തം പാട്ടാക്കുമെന്ന് അറിയാവുന്നുണ്ട്. എനിക്ക് നിന്നോട് ഞാൻ ചെയ്യുന്ന ജോലി എന്താന്ന് പറയുന്നതിനൊരു കുഴപ്പമില്ല, പക്ഷെ അത് പുറത്തു പറയാൻ ഇച്ചിരി നാണക്കേടാന്ന് മെസ്സേജ് ഇടുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മളെ ജയ ആണെങ്കിൽ പുറത്തു പറയാൻ പറ്റാത്ത ജോലിയോ, അയ്യോ ഇനി ഇല്ലീഗൽ ജോബ് വല്ലതും ആണോ എന്നും പറഞ്ഞ അവൾ ടെൻഷൻ ആകുമ്പം സോ ആണെങ്കിൽ എടി നീ വിഷമിക്കണ്ട, അവൻ എവിടാ ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അവനൊരു വീട്ടിലാ ജോലി ചെയ്യുന്ന. അയ്യോ ഹോം ഡെലിവറിയോ, ഇത് പോലീസ് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ജയ ഇറങ്ങാൻ തരും. എന്റെ പൊന്നു ജയ, നീ എക്സ്പെക്ട് ചെയ്യുന്ന കണക്കൊന്നും ഇല്ല. അവിടെ തന്നെ സീനിയർ വർക്ക് ചെയ്യുന്ന. സീനിയർ എന്ന് കേട്ടൊന്നും ലൂഡോയും സീനിയറിനെ ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞ ചാടി ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ രണ്ടും ഒന്ന് നിർത്തോ. അവിടെ സീനിയർ ഫിലിക്സും എന്തിന് ജെയിംസ് വരാ അവിടെ വർക്ക് ചെയ്ത. ഞാനും അവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നേ. പക്ഷെ ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്തേക്കോ. എനിക്കൊരു മെന്റൽ സപ്പോർട്ട് ഞാൻ നിങ്ങളെ രണ്ടിനെ വിളിച്ചത്. നിങ്ങൾക്കാണെങ്കിൽ അവന്മാരുടെ കാര്യം പറയാനേ ടൈമുള്ളൂ. ഇവിടാണെങ്കിൽ നമ്മളെ ഹീറോയ്ക്ക് നൈറ്റായിട്ട് ഉറക്കവേ വരുന്നില്ല. ഉറങ്ങുന്ന അവന്മാരെ ചെന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. എടാ ഫിലിക്സ്, നിനക്ക് ഇൻസോമിനിയ ഉള്ളതല്ലേ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. എടാ ഈ ബ്രേക്കപ്പ് ആയിരിക്കുന്ന പെങ്കൊച്ചിനെ എങ്ങനെ സമാധാനപ്പെടുത്താം? അത് ഭയങ്കര സിമ്പിൾ അല്ലേ. അവരോട് ഒരുപാട് സംസാരിക്കാം, ഡൗൺ ആയിരിക്കുമ്പം ഗിഫ്റ്റ് ചെയ്യാം, പിന്നെ എന്നിട്ടും ദേഷ്യം മാറിയില്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ കൊണ്ടുപോകണമെന്ന് നമ്മളെ ജയെ ഉദ്ദേശിച്ച് ഫിലിക്സ് പറയുമ്പോൾ ഇവൻ ഇതിന് സെറ്റ് ആവത്തില്ലെന്നും പറഞ്ഞ് ഹീറോ നേരെ ജെയിംസിന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ആ പെണ്ണിന്റെ സങ്കടം മാറ്റണമെങ്കിൽ നീ അവക്കൊരു വലിയ ഫ്ലവർ ബൊക്കെ മേടിച്ചു കൊടുക്കും. എല്ലാ പെൺപിള്ളേർക്കും ഈ ഫ്ലവർ ഒക്കെ ഭയങ്കര ഇഷ്ടമാ. എടാ അവള് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഗേളാ, അവൾക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല. എന്നാ പിന്നെ എന്റെ മാസ്റ്റർ ഐഡിയ എടുത്തേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞു എല്ലാരും കൂടി ഇരുന്ന് ജെയിംസിന്റെ ആ ഗെയിം കളിക്കുന്നു. ഇവിടെ നമ്മളെ ഫിലിക്സ് ആണെങ്കിൽ ആ ഗെയിമില് ജയെ പോലെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യുന്നത്. അത് കണ്ടിട്ട് ജെയിംസ് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ജയ ഇഷ്ടമാണോ? അതുകൊണ്ടാണ് അവളെ പോലെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്തത്. എനിക്ക് അവളെ ഇഷ്ടമൊന്നുമല്ല. എന്നെ ഇടയ്ക്കിടയ്ക്ക് ടോർച്ചർ ചെയ്യുന്ന അവളെ എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെടാനാ? എന്നെ എപ്പോഴും ഡിന്നറിന് കൊണ്ടുപോയി എന്നെ കാശ് മൊത്തം മുടിപ്പിച്ചു കളയും അവള്. എനിക്കും തോന്നുന്നു ജയ്ക്ക് നിന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന്. അതുകൊണ്ടാ അവൾ നിന്നെ ടോർച്ചർ ചെയ്യുന്ന. അവള് വേറെ ആരെയും ടോർച്ചർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാ നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡിന്നറിന് കൊണ്ടുപോകുന്നതെന്ന് ജെയിംസും സീനിയറും പറയുന്നുണ്ട്. മേ ബി അവൾക്ക് എന്നെ ഇഷ്ടമായിരിക്കും, പക്ഷെ എനിക്ക് അവളോട് ഇൻട്രസ്റ്റ് ഇല്ല. എന്റെ ഡ്രീം ഗേള് ലൗലിയ. അവളുടെ വോയിസ് എത്ര സ്വീറ്റാന്നറിയാവോ? അല്ല സീനിയർ, നിങ്ങൾക്ക് ലൂഡോനെ ഇഷ്ടമാണോ? എനിക്ക് ലൂഡോനെ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് കാല് പെർഫെക്റ്റ് ആയിട്ടുള്ള ഗേളിനെ ഇഷ്ടം. ഇവന്മാരെയൊക്കെ കൊണ്ട് തോറ്റെന്ന് പറഞ്ഞാണ് നമ്മളെ ജെയിംസ് അവിടെ ഇരിക്കുന്നത്. അവരെല്ലാം അവിടെ ഹാപ്പി ആയിരിക്കും. ഹീറോയ്ക്ക് സുവനെ കുറിച്ച് ഓർമ്മ വരുന്ന. അവൻ ജനലിലൂടെ നോക്കാൻ നേരം സുവനെ പോലെ ഒരു പെങ്കൊച്ച് മഴയത്ത് നനഞ്ഞിരിക്കുന്നു. ആ പെട്ടെന്ന് ഒരു കൊടയും എടുത്തുകൊണ്ട് ഓടി അവിടെ ചെല്ലുന്നുണ്ട്. പക്ഷെ അത് സുവ അല്ലായിരുന്നു. സുവ ഇപ്പൊ എന്തോ എടുക്കാന്ന് ഓർത്ത് നമ്മളെ ഹീറോ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. ഇവിടെ ലൂഡോ ആണെങ്കിൽ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യാൻ നേരം അവര് ചോദിക്കുന്നുണ്ട് ഇത് ആർക്കാന്ന്. ഇത് സീനിയറിന്. സീനിയർ എന്ന് കേട്ടുന്ന അവർ രണ്ടൊരു ഷോക്ക് ആവുന്നുണ്ട്. എന്തോന്ന് സീനിയറിനോ? എടി ഞാൻ ഒരു സീക്രറ്റ് ഇടാം, പക്ഷെ നിങ്ങൾ ആരോടും പറയരുത്. നമ്മളെ സീനിയറിന് ഒരു ഗേളായി മാറാൻ ആഗ്രഹം. സീനിയർ ആണെങ്കിൽ ഗേൾ കോമിക്സില് അതിലെ ഹീറോയിൻ പറയുന്ന ഡയലോഗ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സീനിയറിന് ഡ്രാമയിലെ ഹീറോയിൻ ആവാനും ആഗ്രഹമുണ്ട്. അതൊക്കെ ഞാൻ ഇപ്പഴേ കണ്ടുപിടിച്ചെന്ന് ലൂഡോ പറയുമ്പോ എടി അത് അങ്ങനൊന്നുമല്ല. ഈ കാലഘട്ടത്തില് മിക്ക ആമ്പിള്ളേരും ഗേൾ കോമിക്സ് ഒക്കെ വായിക്കും. നീ സീനിയറിനെ തെറ്റിദ്ധരിച്ചേക്കുക. ജെയിംസ് ഓരോ ഗേൾ കോമിക്സ് വായിക്കും. ഇത് കേട്ടത് നമ്മൾ ലൂഡോ നന്നായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. അയ്യോ ഇത്രയും നാളെ ഞാൻ ആ ഭാവത്തെ തെറ്റിദ്ധരിച്ചാണോ? എന്തായാലും പോയി സീനിയറിനോട് സോറി ചോദിക്കണമെന്ന് ലൂഡോ തീരുമാനിക്കുന്നുണ്ട്. ഇനി ഞാൻ ഹീറോയെ ഓർത്ത് വിഷമിക്കത്തില്ല. എനിക്ക് നല്ല 2 ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ എന്റെ ലൈഫ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന് നമ്മളെ ഹീറോയിൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹീറോ ആ പോസ്റ്റ് കണ്ടിട്ട് അവളെ വിളിക്കുന്നുണ്ട്. ഇനി നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, നിന്റെ ലൈഫ് നീ എൻജോയ് ചെയ്യും, ഞാൻ നിന്നെ ഹാപ്പി ആക്കാന്ന് ഹീറോ സോനെ വിളിച്ച് പറയുന്നുണ്ട്. അതോടെ ഈ എപ്പിസോഡ് എൻഡ് ആവുകയാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ടാറ്റാ ബൈ ബൈ.